ഇറാൻ ഇസ്രായേൽ സംഘർഷം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന വേളയിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ ഇസ്രായേൽ വധിച്ചു. രാഷ്ട്രത്തലവന്മാർ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ ഇന്ത്യ എക്കാലവും വെച്ചു പുലർത്തുന്ന ഒരു മര്യാദയുണ്ട്. എന്നാൽ ഖമേനിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. ഇതിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയാണ്. അയത്തുള്ള ഖമേനിയുടെ മരണത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ മൗനം തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി തന്നെ സോണിയാഗാന്ധി ചോദിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ സോണിയാഗാന്ധിയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും. ഏറ്റവും ഒടുവിലായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ നിര്യാണത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ത്യയിലെ ഇറാൻ എംബസി സന്ദർശിക്കുകയും അവിടെയുള്ള അനുശോചന പുസ്തകത്തിൽ ഒപ്പിട്ട് ഖമേനിയോടുള്ള ആദരവും ദുഃഖവും അറിയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിക്രം മിസ്രി എത്തിയതെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ യുദ്ധക്കപ്പൽ തകർത്തതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പ്രതികരിക്കാത്തതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി നേരിട്ടെത്തി അനുശോചനം അറിയിച്ചത്. രാജ്യത്തിന് സുസ്ഥിരമായ ഒരു നേതൃത്വം ആവശ്യമായ സമയത്ത് പ്രധാനമന്ത്രി ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം പണയപ്പെടുത്തിയിരിക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിൽ പോലും മോദി സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഈ മൗനം തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ഇന്ത്യ ഖമേനി വധത്തിൽ അനുശോചനവുമായി എത്തിയിരിക്കുന്നത്. നേരത്തെ ഇന്ത്യയുടെ ഈ നിലപാടിനെ സോണിയാഗാന്ധി കണക്കിനാണ് വിമർശിച്ചിരുന്നത്. നിശബ്ദതയെ നിഷ്പക്ഷതയായി കാണാനാകില്ലെന്നും പരമാധികാര രാഷ്ട്രത്തിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയത് കടന്നുകയറ്റമായി കാണണമെന്നും സോണിയാഗാന്ധി മോദിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടാണ് രാജ്യത്തിന് എന്നും വിശ്വാസ്യത നൽകിയത്. കോൺഗ്രസ് ഖമേനിയുടെ വധത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും പാർലമെന്റിൽ സർക്കാർ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കണമെന്നും സോണിയാഗാന്ധി പറയുന്നുണ്ട്. വാജ്പേയി ഇറാൻ സന്ദർശിച്ചതും സോണിയാഗാന്ധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തെ ചോദ്യം ചെയ്താണ് ശക്തമായി സോണിയാഗാന്ധി പ്രതികരിച്ചത്. നിശബ്ദതയെ നിഷ്പക്ഷതയായി കാണാൻ കഴിയില്ലെന്നും പരമാധികാര രാഷ്ട്രത്തിന്റെ നേതാവിനെ വധിച്ചത് ഒരു രാജ്യത്തേക്കുള്ള കടന്നുകയറ്റമാണെന്നും സോണിയാഗാന്ധി പറയുന്നുണ്ട്. മോദിയുടെ നിശബ്ദത ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അന്താരാഷ്ട്ര സന്തുലിതയുടെ തകർച്ചയിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ അസ്വസ്ഥപ്പെടുത്തുന്ന മൗനത്തെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യണം. നമ്മുടെ രാജ്യത്തിന്റെ ധാർമ്മിക ബലം വീണ്ടെടുക്കേണ്ടതും വ്യക്തതയോടെയും പ്രതിബദ്ധതയോടെയും കൂടി അത് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. ഇറാനെതിരെ യുഎസും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തെ അവഗണിച്ച പ്രധാനമന്ത്രി യുഎഇക്കെതിരെ നടന്ന പ്രത്യാക്രമണത്തെ മാത്രമാണ് അപലപിച്ചതെന്നും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു വിദേശ രാഷ്ട്രത്തലവനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങളെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും ഈ സാഹചര്യത്തിൽ മൗനം പാലിക്കുകയല്ല വേണ്ടതെന്നും സോണിയാഗാന്ധി മോദിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയവും ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. സംഭവത്തിന് വെറും 48 മണിക്കൂർ മുൻപ് മോദി ഇസ്രായേൽ സന്ദർശിക്കുകയും ബെഞ്ചമിൻ നെതന്യാഹുവിന് തുറന്ന പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഗാസ യുദ്ധ പശ്ചാത്തലത്തിൽ ലോകവ്യാപകമായി പ്രതിഷേധമുയർന്ന സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശനം നടത്തിയത്. ഇതിനെതിരെയും സോണിയാഗാന്ധി കടുത്ത വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇറാനെ പിന്തുണച്ച് ഇന്ത്യ രംഗത്ത് വന്നത്.